ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി മംഗലാപുരത്തേക്ക് ഒരു യാത്ര പോകാം. എന്തിനാന്നല്ലേ, അതിന് മുന്നേ നമുക്ക് ട്രെയിൻ യാത്ര. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇത്ര അഡ്വഞ്ചർ യാത്ര എനിക്ക് എന്നൊരു വീക്ക്നെസ് ആയിരുന്നു. ഈ വീക്ക്നെസിന്റെ കൂടെ ഇവരെ ഞാൻ ഒപ്പം കൂട്ടി. ഭാഗ്യത്തിന് തെറി കിട്ടില്ല എന്നുള്ളത്. അങ്ങനെ 8 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നേരം പരപരായെന്ന് വിളിച്ചു. മലകൾക്കിടയിലൂടെ കാണുന്ന പഞ്ഞിക്കെട്ട് പോലെയുള്ള കോടമഞ്ഞ്, ആഹാ എന്ത് രസമാണല്ലേ. ഞങ്ങൾ മംഗലാപുരം സെൻട്രൽ റീച്ച് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇവരെന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് 2-3 ഗിഫ്റ്റ് വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഗിഫ്റ്റ് എന്തിനാണ്. ഞങ്ങളുടെ മാനേജർ ചന്ദ്ര സാറിന് ചെറിയൊരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് നേരെ ആൾക്ക് കൊടുക്കുമ്പോഴാണ് നമുക്കൊരു വീട്ടിൽ കയറി ചെല്ലാൻ പറ്റുമോ? അത് മോശം. നേരെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് യാത്ര തുടങ്ങി. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 11 കഴിഞ്ഞു. പ്രശാന്ത് സാറിന് ലൊക്കേഷൻ ഉണക്കി പിടിച്ചിരിക്കും. അങ്ങനെ ലൊക്കേഷൻ റീച്ച് ചെയ്ത ഒരു ഓട്ടോ വിളിച്ച് നേരെ സാറിന് വീട്ടിൽ ഗിഫ്റ്റ് കണ്ടപ്പോൾ സാറിനും അത് പിടിച്ചു പോയി. അങ്ങനെ സാറും വൈഫ് ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഞങ്ങൾക്ക് റൂം കണ്ടു. റൂമിൽ കയറിയ ഞങ്ങളിവിടെ വീട്ടിലൊക്കെ കരിഞ്ഞ് പണ്ടാറടങ്ങിയത്. ഇനി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്. കുളിച്ച് ഫ്രഷ് ആയി വന്നപ്പോഴേക്കും സാറ് തണ്ണിമത്തം ജ്യൂസ് കൊണ്ട് നിൽക്കുന്നു. തിരക്കിന്റെ ഇടയിൽ വീടിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. എന്റെ ബാക്കിലുള്ള എല്ലാ കുട്ടികളും ഞാൻ വലിയ വ്ളോഗർ പറഞ്ഞിട്ടൊക്കെ പറ്റിച്ചു ഗൈസ്. പശുക്കുട്ടികൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതോ വലിയ ബ്ലോഗറാണെന്ന്. പൂവൻകോഴിക്കാണെങ്കിൽ ഭയങ്കര ജാട, നമ്മളൊന്നും വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. സായി പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ട് കുട്ടികളെ പറ്റിക്കുക. ഞങ്ങളുടെ ഗാങ്ങിലെ ആദ്യത്തെ ടീം പുറപ്പെടാൻ നിൽക്കുക. യാത്രാ ക്ഷീണവും കളർ വെള്ളത്തിന്റെ ക്ഷീണവും കാരണം ഞങ്ങൾക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സാറിനോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ മന്ത്രി മത്തായ പോലെ മത്തായി കിടന്നിട്ട് നേരെ തിരിച്ചു പോകും. അങ്ങനെ കാര്യമായിട്ടൊന്നും വീഡിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ സങ്കടത്തോടു കൂടി ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ ബൈ ഗായ്സ്.